അർത്ഥമുണ്ട്. ഇവർ യേശുവിനെ ഭൗതികമായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ മിസ്സിഹായിട്ടാണ് ഇവർ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു റോമ സാമ്രാജ്യത്തിനെ തച്ചുടച്ചിട്ട് അവിടെ രാജാവാകുമ്പോൾ തങ്ങൾക്കും രാജാവാകാൻ മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്കൂളിലെ നമ്മുടെ സബി പുത്രന്മാരുടെ അമ്മ ഉണ്ടാക്കിയ നടത്തുന്ന ഒരു സ്കൂള്, അവരാണല്ലോ ഈ വിധത്തിൽ മുഴുവനും പ്രശ്നം ഉണ്ടാക്കി. ആ സ്കൂളിൽ തന്നെയാണ് ഈ അണ്ണന്മാർ ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ചോദ്യം നമ്മുടെ ചങ്കയിൽ കൊള്ളും. അതാണ് എന്നെ അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എത്ര കാലം ഞാനിനി. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ. അത് വഴക്കിട്ടറാണ്. കാര്യം താൻ പരാജയപ്പെടുകയാണ് ഇവരെ ഈ വിഷയം മനസ്സിലാക്കുന്നത്. തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഡെത്ത് പാഷൻ കോൺഷ്യസ്, ഒരു ഡെത്ത് കോൺഷ്യസ് ആണത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘർഷം, ആന്തരിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഡെത്ത് കോൺഷ്യസ് ആണ്. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായത് കാരണം ഡെത്ത് കോൺഷ്യസ് പച്ചക്ക് മനസ്സിലാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, പക്ഷേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് പച്ച സിനിമയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ പറ്റും, ദൈവമായതുകൊണ്ട്. അതുകൊണ്ട് താബോറിൽ നിന്ന് മുകളിൽ നിന്ന് ഗെറ്റടിയാൻ കിട്ടിയത്, തയ്യാറായിരിക്കുക, സമയമായി. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ചോദിക്കണത്, എത്ര കാലം, ഇനി ഒരു 3 മാസം മറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ ഒരു കൊല്ലം. അത് വല്ലാത്ത ഒരു സങ്കടമാണ്. ഈശോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സങ്കടം ഫീൽ ചെയ്യും. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവനെ കൊണ്ടുവന്ന് സുഖപ്പെടുത്തി, അത് അങ്ങനെ സുഖപ്പെടുത്തിയതുകൊണ്ട് വിഷയം തീരണമല്ല ഇത്. ഇവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ തീരുന്നതാണ് ഈ വിഷയം. അങ്ങനെ തിരിച്ചറിയാൻ ഇനി എത്ര കാലം. ദൈവവേദന നോൻപ് തീരാൻ പോകുമ്പോഴും ഈ കാലത്തെ തിരിച്ചറിയാതെ നമ്മൾ അനുഷ്ഠാനം നടത്തി യാന്ത്രികമായി എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നും പറഞ്ഞ് ആ പഴയ മനുഷ്യൻ തന്നെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അപ്പോസ്തലന്മാരോടൊപ്പമാണ്. ഈ നോൻപിനെങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.